Kerala and Karnataka, the glow of purity. പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. ആ കാലഘട്ടത്തിലെ കാസർഗോട്ടെ ചെറുപ്പക്കാര് ഗൾഫിന്റെ ഈ നാടിനെ സിംഗപ്പൂർ എന്ന് വിളിക്കാവുന്ന തരത്തിൽ മനോഹരമാക്കിയത്. തലങ്കരയിലെ കുട്ടികൾ സിംഗപ്പൂർ എന്ന ലോകത്തെ മനോഹരമായ നഗരത്തിന്റെ പേര് തന്നെ കേൾക്കുന്നത് അസൂച്ചിയുടെ പേരുമായി ബന്ധപ്പെട്ടാണ്. ജീവിച്ച് കടന്നുപോയ ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ നാമധേയത്തിൽ ഒരുപാട് നന്മ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് 2 ആഴ്ച മുമ്പ് നമ്മൾ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ കണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ അദ്ദേഹം ജനിച്ച മണ്ണിൽ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തെ പ്രതാപത്തിൻ്റെ അടയാളമായിരുന്ന മത്സരിക്കുകയും ജയിക്കുകയും ഉള്ളുവെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ആദ്യം ചെയ്തത് അസൂച്ചയുടെ മക്കളോട് തന്നെയായിരുന്നു. അത് ചർച്ച ചെയ്തതിന് ശേഷം ഞങ്ങളത് കമ്മിറ്റിയിൽ പൊതുവായ ഒരു ചർച്ചയ്ക്ക് വെക്കുകയും 2019 ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ചെയ്തു. അന്ന് തന്നെ ഇതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കോവിഡിൻ്റെ ആഗമനത്തോടു കൂടി അതിൻ്റെ പ്രവർത്തനം അല്പം മന്ദീഭവിച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിനുശേഷം വീണ്ടും ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങി. ഇന്നിപ്പോൾ ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോർ അത് ഏകദേശം 95% പണി പൂർത്തീകരിച്ച് 3-ാം തീയതി സ്കൂൾ തുറക്കുന്ന പ്രവേശനോത്സവത്തോടു കൂടി ഇതിൻ്റെ പ്രവർത്തനം ഞങ്ങൾ ആരംഭിക്കുകയാണ്. ആ സ്കൂളിന് മറ്റുള്ള കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. ഒരു ഗവൺമെൻറ് സ്കൂളിനും അപ്പുറം ഒരു എയ്ഡഡ് സ്കൂളിന് മാനേജ്മെൻറ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവിടെ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണൽ, ഇതൊക്കെ സാമ്പത്തികമായ ഒരു കെട്ടുറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ. പുതിയൊരു കെട്ടിടമെന്ന ആശയം വന്ന് അതിന് തളങ്കരയിലെ മുഴുവൻ ആളുകളുടെയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നിലയിലേക്ക് എത്തിയത്. ഇതിൻ്റെ 1-ാം നില പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഏകദേശം 85% പ്രവൃത്തി ഇനി ബാക്കിയുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനത്തിലൂടെ മുമ്പോട്ട് പോവുകയാണ്. ഇത് കേൾക്കുന്നവർ ഇത് കേൾക്കാത്തവരോട് കൂടി പറഞ്ഞുകൊണ്ട് ഉബൈചാന്ദ് സ്കൂളിൻ്റെ പുനരുദ്ധാരണവും അതിൻ്റെ സുഗമമായ പ്രവർത്തനവും നല്ല ഒരു നിയത്തായി കരുതിക്കൊണ്ട് ഈ കമ്മിറ്റിയുമായി സഹകരിക്കണം എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ. സ്കൂളിൽ പഴകിയ ഒരു കെട്ടിടമുണ്ടായപ്പോൾ സ്കൂളിൽ പുതിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വന്നതിൻ്റെ പേരിൽ കുട്ടികൾ കുറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ കുട്ടികൾ മറ്റുള്ള സ്കൂളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ ഉപയോഗിച്ച ഉണ്ടാക്കിയ സ്കൂള്, ഉപയോഗിച്ച് ആഗ്രഹിച്ച സ്കൂള്, ഉപയോഗിച്ച് വളർത്തിയ സ്കൂള് അതൊരിക്കൽ പോലും തകരുവാൻ പാടില്ല എന്നാഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി മനസ്സിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരു ടീമിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിനുശേഷം വളരെ വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ കാസർഗോഡ് നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡ്. ആ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അതിൻ്റെ ശില്പി എന്ന് പറയുന്നത് നമ്മുടെ KM മസീദ് സാഹിബയുടെ ജനപ്രതിനിധിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തലയിലൊക്കെ ഉദിച്ച ഒരുപാട് നന്മയുടെ കാര്യങ്ങളിൽ ഒരു കാര്യമാണ് നമുക്ക് ഇന്ന് ആർക്കും മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനങ്ങൾ. അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് കാസർഗോട്ടെ ജനങ്ങൾക്ക് നന്മയിലേക്ക് എത്തിക്കുവാൻ ഒരുപാട് മുമ്പ് നിന്ന വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു നമ്മുടെ KM സാഹിബ്. അപ്പം അദ്ദേഹത്തിൻ്റെ മക്കൾ അത് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ആ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടിയെല്ലാം അസ്തമിക്കുമ്പോഴും
അത് ഏറ്റെടുത്തുകൊണ്ട് ആ നന്മയിലേക്ക്, അദ്ദേഹത്തിൻ്റെ നന്മ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വലിയ ഭാഗ്യം സിദ്ധിച്ചു. ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് അവർ കടന്നു വരികയാണ്. ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളാണ് KM ഹസ്സൻ സാഹിബിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ അതാണ് ഇവിടെ നമുക്ക് ഇന്ന് വിതരണം ചെയ്യുന്നത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നഗരത്തിലും അതുപോലെ നമ്മുടെ സമൂഹത്തിലും സമുദായത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ആ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസത്തിന് അതിൻ്റെ അടിത്തറ വേണം. ആ അടിത്തറ ഉണ്ടാക്കുന്നതിന് വേണ്ടി, നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് കുട്ടികളെ നമ്മുടെ വിദ്യാഭ്യാസപരമായി ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ KM ഹസ്സൻ സാഹിബിൻ്റെ ഫൗണ്ടേഷൻ ഇവിടെ നടത്തിയിട്ടുണ്ട്. നഷ്ടമായി, തീർച്ചയായിട്ടും നഷ്ടമാണ്. നന്മ നിറഞ്ഞ നല്ല മനുഷ്യന്മാരുടെ ഈ പ്രവർത്തനങ്ങളെ നമ്മുടെ ജനങ്ങളിലേക്ക് വീണ്ടും എത്തിക്കുന്ന ഒരു പ്രവർത്തനം നടക്കുന്ന ഒരു സദസ്സിൽ എത്തിയില്ല എങ്കിൽ വലിയൊരു നഷ്ടം തന്നെയാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും കാസർഗോഡ് നഗരസഭ എന്ന രീതിയിൽ KM ഹസ്സൻ ഫൗണ്ടേഷൻ്റെ കൂടെ എന്നും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉച്ചരിക്കുന്നു. ജയ് ഭാരത്, അസ്സലാമു അലൈക്കും. നിങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. ഈ KM ഹസ്സൻ സംരംഭം തുടങ്ങിയത് രാത്രി 12 മണി വരെ അവിടെ വർക്ക് ചെയ്ത്, പിന്നീട് ഞാനും എൻ്റെ ഇളയപ്പ അസൂച്ചയും എൻ്റെ കസിൻ അസ്ലമും പിന്നെ നാരായണ അഡ്വക്കേറ്റ് ബാങ്കിൽ നാരായണൻ രാത്രി 12-1 മണിക്ക് നടന്ന് വീട്ടിൽ വരും. വീണ്ടും രാവിലെ 5 മണിക്ക് വീണ്ടും വൈസ്രോയിൽ പോകും. അന്ന് KM ഹസ്സൻ അസൂച്ച നമ്മൾക്ക് പഠിപ്പിച്ച 1-2 ഉപദേശങ്ങൾ. ഒന്ന് ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്കിന് വേറെ ഒരു ഷോർട്ട് കട്ടില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയും വിജയിക്കുമെന്ന്. രണ്ടാമത് എവിടെയും ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക എന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ 2 കൊല്ലം മാത്രമാണ് വൈസ്രോയിൽ കൂടെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതേ വാട്ടർ ഫീൽഡുമായി ബന്ധപ്പെട്ട് ഇന്നും അതിനുശേഷം ഏകദേശം 35 കൊല്ലം ഞാൻ വർക്ക് ചെയ്യാണ്. അതിൽ എനിക്കുള്ള എല്ലാ അനുഭവങ്ങളും അസൂച്ചയിൽ ഞാനും അസൂച്ചയുമാണ് അവിടെ തുടങ്ങിയത്. ആ ലൈഫ് ഇന്നിപ്പോൾ നമ്മളൊക്കെ ഞങ്ങളൊക്കെ ചില നല്ല അനുഭവം എല്ലാം അസൂച്ചയാണെന്ന്. എൻ്റെ ജീവിതം, എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ MA കഴിഞ്ഞിരിക്കുമ്പോൾ അസൂച്ചയോട് വിവരിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 കാര്യം മാത്രം അവരെ സൂചിപ്പിക്കാതെ 1-2 കാര്യം മാത്രം പറഞ്ഞു. നാടിലും കാസർഗോഡും വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് സാംസ്കാരിക മേഖലകളിലാവട്ടെ, അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിൽ, ആരോഗ്യ മേഖലകളിൽ, എല്ലാ മേഖലകളും സ്പർശിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ട്രസ്റ്റും ചലിക്കുന്ന കാര്യങ്ങളിലേക്ക് അതിന്റെ കൺവീനർ സ്ഥാനവും ചെയർമാൻ സ്ഥാനവും എടുത്തിരിക്കുന്നത് നമുക്കറിയാം. എല്ലാവർക്കും ബ്രേക്കിനായി എല്ലാ വിധത്തിലും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനം പ്രതി മെയ്തൊഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കുന്നില്ല. ആ ഫലത്തിനുള്ള മഹത്വം അർഹത്വം ചെയ്ത് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഈ സാംസ്കാരിക ഉന്നതിയിലേക്ക് വളർച്ച പ്രാപിക്കട്ടെ എന്ന് മാത്രം വായിച്ചു ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും തോന്നുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലും അഴകോടെ ശോഭിതം.
പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം കാലം പറ്റുകാട് ശ്രീരാത്രി അനിയൻ അതുപോലെ ഇവിടെ സ്റ്റാർ കൗൺസിലർ താങ്ക് യു കാലിദ് പച്ചക്കാട്. പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അവധിക്കാലം കഴിഞ്ഞു വീണ്ടും സ്കൂളിലേക്ക് കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ പാടിക്കളിക്കാൻ അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ.
വിളിക്കേണ്ട നമ്പർ 9447178000. 9061178000. ടോൾ ഫ്രീ നമ്പർ 14. എനിക്ക് ഓനൊന്നും കണ്ട എന്നിട്ട് പോന്നേ അനീഫിന് കണ്ട മറ്റേ സാപ്പിയെല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112 വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com.
പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ, കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം, ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം.